നമസ്കാരമുണ്ട്. ദിലീപ് നായകനായി വന്ന ഏറ്റവും പുതിയ സിനിമയാണ് പ്രിൻസ്. അപ്പോൾ ഇതിൽ മുന്നേ തിയേറ്ററിലേക്ക് വന്നിട്ടുള്ള സിനിമയാണ് പവി കെയർ ടേക്കർ. ആ ഒരു സിനിമ നല്ലൊരു വിജയം തന്നെയാണ് നേടിയെടുത്തത് എന്നുള്ളത് അതിൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ അവരുടെ ആ സിനിമ നിർമ്മിച്ച കമ്പനി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ ദിലീപിൻ്റെ വന്നിരിക്കുന്നത് പ്രിൻസാണ്. ഈ ഒരു സിനിമ മിനിഞ്ഞാന്ന് റിലീസിന് വന്നു. ഈ ഒരു സിനിമ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞു. എങ്കിലും കൂടിയിട്ട് പ്രശസ്തരായിട്ടുള്ള റിവ്യൂവേഴ്സ് സിനിമയെക്കുറിച്ച് വീട്ടിൽ പോയി സ്റ്റുഡിയോ ഇട്ട് മൈക്ക് വെച്ച് ക്യാമറ വെച്ച് ഒരു സിനിമയെ വിലയിരുത്തുന്നവർ പ്രശസ്തരായ കുറച്ച് പേര് ആരൊക്കെയാണെന്നുള്ളത് ഇപ്പം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അവർ കുറച്ച് പേര് ഒരു 3 പേര് ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് അവരുടെ രീതിയിൽ ഈ ഒരു സിനിമ പോരാ എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കൃത്യമായ രീതിയിൽ സിനിമയുടെ ഒരു അഭിപ്രായമല്ല, വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിവ്യൂവേഴ്സ് പറഞ്ഞിട്ടുള്ള ആ ഒരു അഭിപ്രായം വെച്ച് അതിനെ പോലും വില വയ്ക്കാതെ ഗംഭീരമായിട്ടുള്ള തിയേറ്റർ റെസ്പോൺസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ദിലീപിൻ്റെ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സിനിമ ഒരു വെറൈറ്റി സിനിമയായിട്ടുണ്ട്. ഒരു നല്ല കണ്ടൻറ് എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് നല്ലൊരു കൊട്ട് കൊടുക്കുന്ന രീതിയിൽ വ്ളോഗർമാർക്കും റിവ്യൂവേഴ്സിനും മീഡിയക്കാർക്കും മൊത്തത്തിലുള്ള ഒരു പണി കൊടുത്തുകൊണ്ടുള്ള ഒരു കണ്ടൻറ് എടുത്തുകൊണ്ട് ദിലീപ് സിനിമ ഏറ്റവും പുതിയ സിനിമ പ്രിൻസ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്, റിവ്യൂവേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഈ സിനിമ പോരാ, അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഞങ്ങളെക്കുറിച്ച് കുറ്റമാണ് എന്നുള്ളത് പറയാതെ തന്നെ സിനിമയെ മോശമായി ചിത്രീകരിച്ചു. ഇപ്പോൾ ഇതാ പ്രിൻസ് എന്ന് പറയുന്ന സിനിമ നല്ല രീതിയിൽ ഫാമിലി ഏറ്റെടുത്തുകൊണ്ട് ഗംഭീരമായിട്ട് എല്ലാ തിയേറ്ററുകളിലും നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബുക്ക് മൈ ഷോ നോക്കി കഴിഞ്ഞാൽ കാണാം പ്രിൻസിന് നല്ല ഗംഭീരമായിട്ടുള്ള ബുക്കിങ്ങും കടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദിലീപിൻ്റെ ഒരു വെറൈറ്റി സിനിമയായിട്ട് തന്നെയാണ് ഇപ്പോൾ തിയേറ്ററിൽ ഈ ഒരു സിനിമ വന്നിരിക്കുന്നത്. ഒരു പുതിയ പാറ്റേണിലാണ് ഈ ഒരു സിനിമ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പഴയൊരു ദിലീപേട്ടൻ്റെ കുറച്ച് ശൈലികളും ആംഗ്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സിനിമയിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ആളുകൾ ഉദ്ദേശിക്കുന്നത് ഒരു സിനിമ കാണുമ്പോൾ, അല്ലെങ്കിൽ ദിലീപിൻ്റെ സിനിമ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പഴയ ശൈലി വേണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ദിലീപിന് പ്രായമായപ്പോൾ ദിലീപിൻ്റെ പഴയ ഗോഷ്ഠിതരങ്ങളൊന്നും ഫേസിൽ വരുന്നില്ല എന്നുള്ളതാണ് സബ്ജക്റ്റ്. എങ്കിൽ കൂടിയിട്ട് സിനിമ കാണുമ്പോൾ മറ്റൊരു വിഭാഗം ചിന്തിക്കുന്നത് പഴയ ദിലീപേട്ടനെ തിരിച്ച് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ പഴയ ദിലീപേട്ടനെ തിരിച്ച് കിട്ടുമ്പോൾ പഴയ സ്റ്റോറി തന്നെയാണ് വരിക. അപ്പോൾ ചിലർ പറയും പഴയ സ്റ്റോറി വേണ്ട എന്നുള്ളത്. 2 വശങ്ങളാണ് ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിനും ഇപ്പോൾ കൺഫ്യൂഷനായി കൊണ്ടിരിക്കുകയാണ്. കുറേ പേർക്ക് പഴയ ദിലീപേട്ടനെ വേണം, കുറേ പേർക്ക് പുതിയ ദിലീപേട്ടനെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ സംവിധായകന്മാർക്ക് ദിലീപ് അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ സ്ക്രിപ്റ്റുകൾ അദ്ദേഹം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു ഒഫീഷ്യൽ പേജിലൂടെ ഇപ്പോൾ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പവി കെയർ ടേക്കർ വരെ അദ്ദേഹം പഴയ സിനിമകൾ അല്ലെങ്കിൽ പഴയ സംവിധായകന്മാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് മുതൽ പ്രിൻസ് മുതൽ ഇനി അങ്ങോട്ട് പുതിയ സംവിധായകന്മാർക്കാണ് അദ്ദേഹം ചാൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല നല്ല സിനിമകൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വരാൻ പോകുന്ന ഒരുപാട് സിനിമകളുടെ അപ്ഡേറ്റ് അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വരുന്നുണ്ട്. അദ്ദേഹം അതിൽ മോഹൻലാലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും ഈ ഒരു സിനിമ ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 4 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. ഇന്നലെ ഞായറാഴ്ചയൊക്കെ ഗംഭീരമായിട്ടുള്ള തിക്കും തിരക്ക് തന്നെയാണ് തിയേറ്ററുകൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വർക്കിംഗ് ഡേ ആണ്. പക്ഷേ എങ്കിലും കൂടിയിട്ട് വെക്കേഷൻ ടൈമാണ്. എങ്കിലും കൂടിയിട്ട് സ്കൂളുകൾ തുറക്കാറായി. അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫാമിലീസിന്. അപ്പോൾ നല്ലൊരു സിനിമയാണ്, വെക്കേഷൻ ടൈമിൽ കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ദിലീപേട്ടൻ്റെ സിനിമയാണ് പ്രിൻസ് എന്ന് ആശംസിക്കുന്നു. റിവ്യൂ പറഞ്ഞ, അല്ലെങ്കിൽ മോശം റിവ്യൂ പറഞ്ഞ, നെഗറ്റീവ് പറഞ്ഞവർക്കൊക്കെ ഇനി മിണ്ടാതെ പൊത്തിയിട്ട് എവിടെയെങ്കിലും ഇരിക്കുക എന്നുള്ളതാണ്. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. താങ്ക് യു.